വെൽക്കം ടു ശ്യാമ ആൻഡ് സൗമ്യാസ് വ്ലോഗ്. അപ്പോൾ 2 ദിവസത്തെ ഇടവേളയ്ക്കൊക്കെ ശേഷം ശ്യാമാസ് വ്ലോഗ് എത്തിയിരിക്കുകയാണ്. ഭയങ്കര ബിസി ഷെഡ്യൂളായിരുന്നു, അതുകൊണ്ടാണ് അല്ലേ. എന്താണ് വിശദീകരണം? എനിക്ക് ഡ്യൂട്ടി ഒക്കെ എന്താ ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് മഴയായിരിക്കും. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് 2 പേരും മീറ്റ് ചെയ്യും. ഇപ്പം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ എന്തോ ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മൾ എന്താ കുക്കിംഗ് ആണോ? കുക്കിംഗ് വൈകുന്നേരം കൂട്ടാനൊന്നും എന്ത് പറഞ്ഞില്ല. അപ്പം നമ്മള് അന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലേ എന്താ ബ്രിഞ്ചാള് വഴുതനങ്ങ, അച്ഛൻ്റെ കൃഷിയിൽ നിന്നും അടിച്ചു മാറ്റിയ വഴുതനങ്ങ ഞങ്ങളുടേതായ മെത്തേഡില്ല, എല്ലാരും ചെയ്യുന്ന വിധത്തില് ഞങ്ങളുടെ മെത്തേഡിൽ ഞങ്ങൾ അത് പൊരിക്കാൻ പോവുക. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലത്. ഇപ്പൊ ഞങ്ങൾ വൈകുന്നേരം ചോറിന്റെ കൂടെ അത് മാത്രം മതി ചോറിന്. നമുക്ക് പൊരിച്ചു പോകാം. നമ്മൾ വഴുതനങ്ങ കണ്ടില്ലേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്തെ അരിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ കഴുകി വെച്ചേക്കുക. ഇച്ചിരി പൊട്ട് വഴുതനങ്ങ പക്ഷെ നല്ല ടേസ്റ്റ്. ഇച്ചിരി മൂത്ത് പോയി, വിളഞ്ഞു പോയില്ലേ. അപ്പൊ ഇതിനകത്ത് നമ്മള് വഴുതനങ്ങ വൃത്തിയാക്കി വെച്ചു. വേണ്ട സാധനങ്ങൾ ഇത് മുളക് പൊടി 2 ടീസ്പൂൺ ഉണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, കുറച്ച് എന്താ പറയുന്നത് ഒരു നല്ല കുടം വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ആക്കി ഞാൻ ചതച്ചു. ഞാനത് അതിന്റെ വെളുത്തുള്ളി നന്നായിട്ട് എടുത്തിട്ട് കഴുകിയിട്ട് അതിന്റെ തൊലി കൂടെ വെച്ച പേസ്റ്റ് ആകുന്നത്. അത് ഫ്രൈ ആകുമ്പോൾ തിന്നാൻ നല്ല ടേസ്റ്റ് എന്റെ ബോസ്. പിന്നെ 2 ടീസ്പൂണ് മീറ്റ് മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ കടലമാവ് ആകുമ്പോൾ നല്ല എന്താ നമുക്ക് നന്നായിട്ട് ക്രിസ്പി. ഞാൻ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യണം. ഉപ്പ് നമുക്ക് ഇളക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചല്ലേ, ഇഷ്ടം അനുസരിച്ച്. പ്രഷറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് ഇവിടെ, ആർക്കും പറഞ്ഞത്തൊക്കെ പ്രഷറൊന്നുമില്ല. അപ്പൊ ഞാൻ ഇത് വെള്ളം ഒഴിച്ചല്ല കുഴക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ച് കുഴക്കുക. എല്ലാരും പറയും കൊളസ്ട്രോൾ ഒക്കെ വരുന്നത്. വല്ലപ്പോഴും ഒന്ന് കഴിച്ചാൽ കൊളസ്ട്രോൾ കഴിച്ചാൽ മതി. അപ്പോഴേ സ്ട്രോക്ക് അടിച്ച് താഴെ വീഴും. ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ്. എണ്ണയിൽ പൊരിച്ച് വറുത്ത് കുഴച്ച് എല്ലാവരും തിന്നേണ്ടതാണ്. ഹെൽത്തി ഡയറ്റ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. വല്ലപ്പോഴും ഞങ്ങൾ നല്ല ഒരു വിഷമില്ലാത്ത നാടൻ ബ്രിഞ്ചാൾ കിട്ടിയപ്പോ നമുക്ക് എന്താ പറഞ്ഞേ അങ്ങനെ ചെയ്യാൻ തോന്നി, നല്ലതായിട്ട് പൊരിച്ച് കഴിക്കാൻ തോന്നി. അപ്പൊ ഞാൻ ഇച്ചിരി ഉപ്പ് ഇതിന്റെ നോക്കട്ടെ. ഉപ്പ് എന്താ നോക്കും, ഇച്ചിരി വായിലിട്ട് നോക്കാം. അങ്ങനെ എരിയാൻ തോന്നും. എരിയുണ്ട് നല്ല ഉപ്പുണ്ട്, അത്യാവശ്യം നല്ല ആവശ്യത്തിനുണ്ട്. കടലമാവിലായപ്പം കുഴഞ്ഞു വരണ ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ കഴിക്കണം. അപ്പൊ നമ്മളിതെല്ലാം കുഴച്ചിട്ട് അകത്ത് ഫില്ല് ചെയ്യണം. അകത്ത് നമ്മളിത് അങ്ങോട്ട് ഫില്ല് ചെയ്യണം. പുറത്ത് വേണ്ട അല്ലേ? അകത്ത് മതി. പുറത്ത് അതിൻ്റെ എന്ത് പറഞ്ഞ ഇങ്ങനെ മതി. തീരെ ചെറിയ മറ്റേ കത്രിക്കയില്ലേ, അതാണെങ്കിൽ ഒന്ന് കീറിയാൽ മതി. അതപ്പോ അതുപോലെ തന്നെ എന്താ ഇച്ചിരി പൊട്ടായിട്ടുള്ള കത്രിക്ക ഇങ്ങനെ ഒന്ന് കീറി അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് ആ ഒരു എന്താ പറയാ ക്ലോസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും. ഇത് നമ്മൾ അറ്റം കൂടെ പിടിച്ചല്ലേ പിടിക്കുന്നത്. ഇത് പക്ഷെ അങ്ങനെ ഇടാൻ പറ്റത്തില്ല. ഭയങ്കര വലിപ്പത്തിലുള്ള പിന്നെ വഴുതനങ്ങയല്ല നമ്മൾ കണ്ടല്ലേ കുറച്ചപ്പം, അത് പറ്റത്തില്ല. അപ്പം നമ്മൾ മുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഇതെല്ലാം നമുക്ക് പുരട്ടാം. അപ്പം ഞാൻ വേണ്ട അതിനകത്തെല്ലാം ഫില്ല് ചെയ്ത് അതിൻ്റെ അരപ്പെല്ലാം ഫില്ല് ചെയ്ത് വെച്ച് ഇനി നമുക്ക് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കാം, എന്നിട്ട് ചോറ് കഴിക്കാം. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യാൻ പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. 2-3 എണ്ണമൊക്കെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം, ഒരുപാട് എണ്ണയെ കുടിക്കാതെ. മുമ്പേ നമ്മൾ പറഞ്ഞു നമ്മൾ സ്റ്റോക്ക് വന്ന് അടിച്ച് ചാവാതിരിക്കും. കുറച്ച് എണ്ണയ്ക്കകത്ത് നമുക്കിത് പൊരിച്ചെടുക്കാം. ഫ്രൈ എണ്ണ ചൂടാകട്ടെ. ചൂടായിട്ട് നമുക്ക് ഇങ്ങനെ പൊരിക്കാം. ബ്രിഞ്ചാളമാവിനെ ഇടാം. നമ്മൾ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറ്റേ സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 3-4 ഇട്ടാൽ
ഇത്ര എണ്ണയിൽ വറുത്ത് പോരണം അല്ലേ? വറുത്ത് ഒരു എല്ലാവരും കൂടെ കൊല്ലാനോ? ഓക്കെ, നമുക്ക് വറക്കാം. ഞങ്ങൾ വിശന്നായിരുന്നു. ആ ഫ്രൈയും കൂട്ടി ഒരു കലം ചോറ് കഴിച്ചു ഗൈസ്. മാങ്ങാച്ചാറും എടുത്തുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. കറിയൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് അല്ല, ഇത് നമ്മൾ തോരൻ വെച്ചാലും ഒന്നും വലിയ ടേസ്റ്റ് കാണത്തില്ല. പക്ഷെ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ അടിപൊളി അടിപൊളി. അതിൻ്റെ അകത്തെ മസാല നല്ല ക്രിസ്പി ആയിട്ടാണ് മൊരി. നല്ല ടേസ്റ്റ്. ചിക്കനാണെന്ന് കൊടുത്തപ്പോൾ ചോദിച്ചു ചിക്കനാണോ. അടുത്ത ഞങ്ങൾ ആദ്യം വറുത്തത് ഞങ്ങളാണ് തിന്നായിട്ടു. അടുത്ത സെറ്റ് വറുത്തത് ഞങ്ങൾ കാണിക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അടുപ്പ കിടപ്പുണ്ട്. ഓക്കെ, അത് ഞങ്ങൾ കഴിക്കട്ടെ. വിശക്കുവാ. അത് കണ്ടില്ലേ ഞങ്ങളുടെ ബ്രിഞ്ചാൾ ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് നല്ല കണ്ടോ. അതിൻ്റെ നമ്മുടെ ഫില്ലിങ്സ് മതി നമുക്ക് ചോറ്. നല്ല ഒരു പ്ലേറ്റ് ചോറിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അല്ലേ, കഴിക്കണം എല്ലാവരും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ തട്ടിക്കൂട്ട് ബ്രിഞ്ചാൾ ഫ്രൈ നല്ല ടേസ്റ്റ്. ഒരു പ്ലേറ്റ് ചോറ്, ഒരു കലം ചോറ് തന്നു. ഒരു പ്ലേറ്റ് അല്ല, ഒരു കലം തിന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തരണേ. ലൈക്കും കമൻറ്റും ഒന്നും ആരും തരുന്നില്ല, ആരും കാണുന്നുമില്ല. അതാ വിഷമം. അപ്പോൾ എല്ലാവരും ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് തൊട്ടടുത്ത നെക്സ്റ്റ് ഡേ തന്നെ വരും. ഓക്കെ, ബൈ. അല്ല, എന്നും ഉച്ചയ്ക്ക് 1 മണിക്കായിരിക്കും ഞങ്ങൾ വീഡിയോ ഇടുന്നത് അല്ലേ? ആർക്കും അറിയത്തില്ല. ചിലർക്ക് വന്നപ്പോൾ വീഡിയോ ഇടാറേ ഇല്ല. പക്ഷെ അവര് ബെൽ ബട്ടൺ ഇത് ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻ ചെല്ലാത്തത്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തവർക്ക് നമ്മൾ എപ്പോൾ ഇട്ടാലും നോട്ടിഫിക്കേഷൻ ചെല്ലും. അപ്പം നമ്മൾ പറ്റുന്ന എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം. ബൈ.